ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള സമവാക്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നുവെന്ന വിലയിരുത്തലുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഹൈഫയിൽ ഇറാനിയൻ മിസൈലുകൾ വ്യാപക നാശം വിതച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ അധിനിവേശ പ്രദേശങ്ങളിലെ വടക്കൻ നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു എന്ന ആരോപണവും വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് എയർഫോഴ്സിന്റെ ഈ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗസവി നടത്തിയ പ്രസ്താവനകൾ സംഘർഷത്തിന്റെ തീവ്രതയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. ഇസ്രായേൽ കനത്ത നാശനഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമാകുകയാണ്. ഇനി മൗസവി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ച പ്രസ്താവനയിൽ വടക്കൻ നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത് ഒരു സൈനിക തന്ത്രമല്ല, മറിച്ച് അധികാര സന്തുലിതാവസ്ഥയിലുണ്ടായ പരാജയം അംഗീകരിക്കുന്ന ഒരു നിർബന്ധിത നീക്കമാണെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം അധിനിവേശ പ്രദേശങ്ങളിലെ വടക്കൻ നഗരങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ സയനിസ്റ്റ് ഭരണകൂടം അവരുടെ പരാജയം പ്രായോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ പ്രതികരണങ്ങൾ ഉയർന്നത്. എന്തായാലും ഇത്തരം പ്രതികരണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്ത അവസ്ഥ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹൈഫ ഉൾക്കടൽ പ്രദേശത്തുണ്ടായതായി പറയപ്പെടുന്ന ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള ആഘാതമാണ് സൃഷ്ടിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭീതിയിലാണ് ഇസ്രായേൽ. റിഫൈനറികൾ, വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ, തുറമുഖ സൗകര്യങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ പ്രദേശത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ താൽക്കാലികമായി പോലും തകർക്കാനുള്ള ശേഷിയുള്ളതാണ് എന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം തന്നെ മിസൈൽ തടയൽ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകവുമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു സൈനിക സംഘർഷത്തിന്റെ ഭാഗമെന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി ഫെബ്രുവരി 28 ഒരു നിർണായക സംഭവമാണ് ഈ സംഘർഷത്തിന്റെ വഴിത്തിരിവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അന്ന് ഇറാന്റെ സുപ്രധാന നേതാക്കളും സൈനിക കമാൻഡർമാരും സിവിലിയൻ വ്യക്തികളും കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ വ്യാപകമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് അന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. ഇറാനിലുടനീളം സൈനിക താവളങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ വ്യോമാക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. വ്യോമ പ്രതിരോധങ്ങളിൽ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതോടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും സാമ്പത്തിക പ്രവർത്തനങ്ങളും ബാധിക്കപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ സായുധ സേന ശക്തമായിട്ടുള്ള പ്രതികാര നടപടികൾ ആരംഭിച്ചത്. ആലോചിച്ചു നോക്കൂ, ഇറാൻ എത്രത്തോളം പകയുണ്ട് എന്നുള്ളത്. അതായത് ഇറാൻ വെറുതെ ഉണ്ടായ ഒരു പകയല്ല, യാതൊരു തരത്തിലും ചുമ്മാ അങ്ങോട്ട് പോയി ഇറാൻ അടിച്ചിട്ടുള്ള ശീലമില്ല. പക്ഷെ ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇറാന്റെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അവർക്കുണ്ടായി, അവർക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് പകരം ചോദിക്കും. അത് രക്തസാക്ഷികളായതുകൊണ്ട് മാത്രമല്ല, അവരുടെ തലമുറകൾക്കും അവരുടെ മണ്ണിനും വേണ്ടി അവർ അതിന് പകരം ചോദിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ പ്രതികാരമായിട്ട് സ്വീകരിച്ച സൈനിക നീക്കങ്ങൾ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഒരുമിച്ച് ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേലി തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ഈ ആക്രമണങ്ങൾ നടന്നു. സംഘർഷത്തിന്റെ പരിധി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളെ ഉയർത്തിയിരിക്കുകയാണ്. ഈ ഒരു സംഘർഷത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇരു വിഭാഗങ്ങളും അവരുടെ സാങ്കേതിക ശേഷി പരമാവധി ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇറാൻ ഉപയോഗിക്കുന്ന ബാലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വലിയ ദൂരങ്ങൾ കവരാനുള്ള, അല്ലെങ്കിൽ അത് കഴിവുള്ളതാണ്. അതേസമയം തന്നെ ഇസ്രായേലിന് ഉയർന്ന നിലവാരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും വലിയ തോതിലുള്ള ആക്രമണങ്ങളെ മുഴുവനായിട്ട് തടയുന്നത് വെല്ലുവിളിയായി തീർന്നേക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. ഹൈഫയിലെ സംഭവങ്ങൾ ഈ ഒരു ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പ്രധാന വ്യവസായ വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ഹൈഫയിൽ ഉണ്ടാകുന്ന ഏതൊരു വലിയ നാശനഷ്ടവും പ്രദേശത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ മാത്രമല്ല ആഗോള വിപണികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എണ്ണയും ഗ്യാസും സംബന്ധിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ആഗോള ഇന്ധന വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാവശ്യമില്ലാതെ ഇറാന്റെ
പക്കലേക്ക് ഇസ്രയേൽ ഇറന്നു വാങ്ങിയ ഒരു യുദ്ധമാണ്. ഇന്ന് ഹൈഫയിലേക്ക് ഇസ്രയേലിന്റെ വലിയൊരു ഭാഗവും അല്ലെങ്കിൽ സമ്പത്തിന്റെ വലിയൊരു ഭാഗവും ഈ ഹൈഫയിലാണുള്ളത്. ഈ ഹൈഫയിലെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം കടുക്കുമ്പോൾ വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. എണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളമാണ് ഇസ്രയേൽ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നത്. എന്തായാലും വടക്കൻ നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ആരോപണം മറ്റൊരു പ്രധാന ചർച്ചയിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു താൽക്കാലിക സുരക്ഷാ നീക്കമാണോ അല്ലെങ്കിൽ സൈനിക സമ്മർദ്ദത്തിന്റെ ഫലമായുള്ള ഒരു നിർബന്ധിത പിൻവാങ്ങലാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സാധാരണ ജനങ്ങളിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് ഇത്തരം സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ജനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഭക്ഷണവും വെള്ളവും പോലുള്ള അവശ്യ സാധനങ്ങളുടെ കുറവ് എന്നിവ നേരിടേണ്ടി വരുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കൂടാതെ മാനസിക സമ്മർദ്ദവും ഭയവും സമൂഹത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഘടകവും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇന്ന് അവർ അനുഭവിക്കുന്നത് എന്നത്. മാത്രമല്ല, അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ വാസസ്ഥലങ്ങൾ പോകുന്നു, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതാകുന്നു, ഭക്ഷണമില്ലാതാകുന്നു, ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് യുദ്ധം മൂലം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് സാധാരണ ജനങ്ങൾ കടന്നു പോകുമ്പോഴും യുദ്ധക്കൊതികളുള്ള നേതാക്കന്മാർ ഇന്ന് യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമ്പത്ത് നഷ്ടപ്പെട്ടാലും ജനങ്ങൾ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത യുദ്ധത്തിലേക്ക് കടക്കുന്ന ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. എന്തായാലും അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു സാഹചര്യത്തെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എങ്കിലും നിലപാടുകളിൽ ഏകോപനം കുറവാണ്. ചില രാജ്യങ്ങൾ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ ദീർഘകാലമായിട്ട് മാറ്റിമറിക്കാൻ ഇടയാക്കുന്ന ഒരു സംഘർഷമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ മറ്റൊരു പ്രാദേശിക ശക്തികളെയും ഈ ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളും മറ്റ് സഖ്യകക്ഷികളും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമായിരിക്കും. സംഘർഷം കൂടുതൽ വ്യാപിക്കുന്ന പക്ഷം അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിലും അനുഭവപ്പെടും. ഇനി ഇന്ധനവില വർധനവ്, വ്യാപാര തടസ്സങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കാൻ ഇടയായിട്ടുണ്ട്. കൂടാതെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും അഭയാർത്ഥി പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ വിവരങ്ങളുടെ വിശ്വസ്തതയും ഒരു പ്രധാന പ്രശ്നവുമാണ്. വിവിധ പക്ഷങ്ങൾ അവരുടെ സ്വന്തം നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതിനാൽ സ്വതന്ത്രമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ലഭിക്കുന്നത് വരെ റിപ്പോർട്ടുകൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സമാധാന ശ്രമങ്ങളുടെ പ്രാധാന്യം കൂടുതൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. സൈനിക ശക്തി മാത്രം ഉപയോഗിച്ച് ഈ ഒരു പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ചരിത്രം തന്നെ തെളിയിക്കുന്നുണ്ട്. അതിനാൽ നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര ഇടപെടലുകളുമെല്ലാം നിർണായകമാണ്. ഇനി അവസാനമായിട്ട് ഈ ഒരു സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. ഹൈഫയിലെ ആക്രമണങ്ങളും വടക്കൻ നഗരങ്ങളുടെ ഉപേക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ ഒരു സംഘർഷത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സംഘർഷത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും. ഹൈഫയിൽ വലിയ തിരിച്ചടിയാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരം നീക്കങ്ങളുമായിട്ട് ഇറാൻ രംഗത്തെത്തുമെന്ന്. പക്ഷേ ഇറാന്റെ കോപത്തിൽ ഇസ്രായേൽ കത്തി എരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല, ആര് വന്നാലും വന്നില്ലേലും തങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചടിക്കുമെന്ന് നിലപാടെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഞങ്ങളുടെ മണ്ണിലേക്ക് കാൽ കുത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ അമേരിക്കയും ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു സൈനികർ കാൽ കുത്തിക്കഴിഞ്ഞാൽ അവരെ വകവരുത്തും എന്നുള്ള കഠിനമായിട്ടുള്ള ഭീഷണിയൊക്കെ മുഴക്കി ഇറാൻ തന്റെ നിലപാട് കടുപ്പിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഹൈഫയിൽ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്. അവിടെ വലിയ നാശനഷ്ടം ഇസ്രായേലിന് ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇറാൻ. എന്തായാലും ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും മറ്റൊരു കാര്യമുണ്ട്. അതായത് ട്രംപ് പറയുന്ന വാർത്തകളൊക്കെ, അതായത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്താനിരുന്ന സൈനിക ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായിട്ട് മാറ്റിവെച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യുദ്ധം ഒരു സൈഡിന് നടക്കുമ്പോൾ മറ്റൊരു സൈഡിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുമാറ്റലാണ് ഏറ്റവും വലിയ പ്രധാനം. അതായത് ഇന്ന് പറയുന്നത് നാളെ പറയില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ പറയില്ല. ഒരു വെളിവില്ലാത്ത രീതിയിലുള്ള പ്രസ്താവന
പ്രസ്താവനകളാണ് ട്രംപ് ഇറക്കുന്നത്. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ഈ 48 മണിക്കൂർ വളരെ നിർണായകമാണ്, രാത്രി ഞങ്ങൾ തകർക്കും, നിങ്ങളെ അടിക്കും എന്ന് പറഞ്ഞ് ഇറാനോട് വലിയ രീതിയിലുള്ള വീരവാദം ഒഴുക്കിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്രമണമൊക്കെ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ട്രംപ് നൽകിയ സമയപരിമിതി അവസാനിരിക്കെ നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുക തുടങ്ങിയ അമേരിക്കയുടെ കർക്കശമായിട്ടുള്ള ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ്. അതായത് നിങ്ങൾ ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാലും ഇല്ലെങ്കിലും എന്ത് വന്നാലും ശരി തന്നെ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇത് ഏത് തരത്തിൽ ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഇതിനു മുമ്പ് 48 മണിക്കൂർ ഒരു സമയം കൊടുത്തിട്ട് കടല് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു രീതിയിൽ തുറന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രഹരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയ ട്രംപിനെ പിന്നീട് കാണാൻ സാധിച്ചില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പ്രസ്താവനയായിട്ട് വന്നു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, പ്രസ്താവനകളുടെ ഒരു രാജകുമാരനാണ് ഈ പറയുന്ന ട്രംപ്. അതുകൊണ്ട് പ്രസ്താവനകൾക്കൊന്നും വലിയ വില ഈ ഇറാൻ കൊടുക്കുന്നില്ല. എന്തായാലും ഈ ആക്രമിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭരണകൂടം പറയുന്നത്. എന്തായാലും എന്ത് തന്നെ ആയാലും അതിന് ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഉറച്ച നിലപാടുമായിട്ടാണ് ഇറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തും എവിടെ വെച്ചും വരട്ടെ എന്നുള്ളൊരു നിലപാടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതിൽ അത്ര വലിയ പൊള്ളലൊന്നുമില്ല. എന്തായാലും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനുള്ള വിപുലമായിട്ടുള്ള പദ്ധതിയെ ഇൻഫ്രാസ്ട്രക്ചർ ഡേ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇസ്രയേലുമായി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ആക്രമണ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം ഈ ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും, നിങ്ങൾ സംയുക്തമായിട്ട് ആക്രമണം നടത്തിയാലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എന്തിനും തയ്യാറ് എന്നുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ 48 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തുറന്നു കൊടുക്കാത്ത പക്ഷം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമൊന്നും ഉണ്ടായില്ല. പിന്നീട് 5 ദിവസവും 10 ദിവസവും വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം എന്ന് പറയുന്ന ട്രംപിനെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് 7 മണിക്ക് എന്തൊക്കെയോ ആക്രമണം നടത്താം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും ഉള്ളത്. പക്ഷെ അത് എങ്ങനെയായിരിക്കും നടക്കുക, അല്ലെങ്കിൽ അത് ആ ആക്രമണം നടക്കുന്നതിലൂടെ എന്തായിരിക്കും ഇറാൻ സ്വീകരിക്കുക എന്നതൊക്കെ ഇനി നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ഈ ഒരു സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇറാൻ സ്വീകരിക്കുന്ന നയം എന്താണെന്നാണ് മറ്റു ചിലർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത്. കാരണം ഇറാൻ ഒരു അടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി അടി തിരിച്ചു കൊടുക്കും എന്നുള്ള നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ മൊത്തത്തിൽ കത്തിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ അവിടെ ആകെ പ്രതിസന്ധിയിലാണ്. പക്ഷെ ഈ ഒരു യുദ്ധവും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും നയതന്ത്ര ചർച്ചകൾ ഫലം കണ്ടില്ല എങ്കിൽ പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധത്തിന് ഇത് വഴിമരുന്നിട്ടേക്കാം. തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ട്രംപിന് തന്നെയാണെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ഭാഗം മാത്രമല്ലല്ലോ, ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭാഗം കൂടി നോക്കണ്ടേ. അപ്പൊ ഇറാന്റെ ഭാഗത്ത് നിന്ന് അടുത്ത പ്രതികരണം എന്തായിരിക്കും എന്നതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.